ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുറിക്കകത്ത് കയറിയാൽ, കഴിഞ്ഞ ദിവസം കാണുവാനിടയായി തീർന്നു, ഒരു കുഞ്ഞിൻ്റെ വീടിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് വീടിൻ്റെ അകത്ത് പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. പോലീസുകാർ തപ്പിച്ചെന്ന് പോസ്റ്റർ പതുക്കെ തട്ടി നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കഞ്ചാവ് പൊതി താഴോട്ട് വരുന്നു. ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്തിരുന്ന് സാധു വീടി ദിനേശ് വീടി അല്ലേ, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഇരുന്ന് സാധു വീടി ദിനേശ് വീടി അന്ന് പണ്ട് പറയുമായിരുന്നു. ഇവിടെ സഖാക്കന്മാർ കൂടുതലുള്ളത് കാരണം കൊണ്ട് പണ്ട് കാലഘട്ടത്തിൽ പറയുമായിരുന്നു, വീടിയുണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കുവാനെന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് അങ്ങനെ പറയത്തില്ല, കഞ്ചാവുണ്ടോ സഖാവെ എന്ന് ചോദിക്കാറുള്ളൂ. അതാണ് കാലഘട്ടം. സോറി, സഖാവ് എന്ന് ചേർത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആമേൻ. നമ്മൾ ചുറ്റുപാടുള്ളവർ ഇപ്പോൾ കഞ്ചാവുണ്ടോ എന്ന് ചോദിക്കാറുള്ളൂ, ഒരിക്കലും വീടിയുണ്ടോ എന്ന് ചോദിക്കാറില്ല. കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ മാറി, സംസ്കാരങ്ങൾ മാറി. സംസ്കാരങ്ങളും മാറുന്നതനുസരിച്ച് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ന് ഞങ്ങൾ പുറപ്പെടുന്നതിന് മുൻപായിട്ട് വീഡിയോയിൽ കണ്ടതായിരിക്കുന്ന ഒരു ദൃശ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുവാൻ വേണ്ടി അതിവ്യഗ്രതയിൽ IELTS അതും ഇതുമെല്ലാം പഠിച്ചുകൊണ്ട് വ്യഗ്രതയോടുകൂടി പഠിക്കുവാൻ വേണ്ടി തുനിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് കണ്ടതായിരിക്കുന്ന ഒരു വാർത്ത, ഡൽഹിയിൽ 3 പെൺകുട്ടികളെ അലമാരിക്കത്തുള്ളിൽ ഇട്ട് പൂട്ടിയിരിക്കുന്നതായിരിക്കുന്ന ദൃശ്യം ഞങ്ങൾ ഇന്ന് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണുവാനിടയായി തീർന്നു. നമ്മുടെ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ അലറുന്നുണ്ടെങ്കിലും നിലവിളിക്കുന്നുണ്ടെങ്കിലും എന്ത് പ്രയോജനമുണ്ട്? യാതൊരു പ്രയോജനവുമില്ല. നിലവിളിക്കാമെന്നല്ലാതെ മറ്റൊരു പ്രയോജനം കാണുന്നില്ല. മറ്റുള്ളതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ്, മദ്യപിച്ചാരും വീടി വലിച്ചാരും രക്ഷപ്പെട്ടതായിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് ഈ യൂട്യൂബിലൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ കാണുവാനിടയിൽ തരും, സ്പ്രേ അടിച്ച് സ്പ്രേയുടെ മണമെടുത്ത് അത് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഒക്കെ കാണുമെന്നല്ലാതെ ഇതാരും പരീക്ഷിച്ച് നോക്കി ഇന്ന് വരെയായിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല ഉള്ളതായിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ മദ്യപിച്ചാരും ലക്ഷപ്രഭുക്കളായത് കണ്ടിട്ടില്ല. മദ്യത്തിൻ്റെ ടേസ്റ്റ് നോക്കി നിങ്ങൾക്ക് ലക്ഷപ്രഭു ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഒട്ടുമിക്ക പ്രത്യേക സ്പെഷ്യലി മലയാളീസ് ലക്ഷപ്രഭുവാകുവാൻ വേണ്ടി കോടികൾ നേടുവാൻ കഴിയും. അതാണ് മലയാളികൾ എന്ന് പറയുന്നത്. കാരണം മദ്യത്തിന് യാതൊരു വിധമായിരിക്കുന്ന കയ്യും കണക്കുമില്ലാതെ മദ്യം കുടിച്ചു തള്ളുവാൻ കഴിയുന്നതായിരിക്കുന്ന മലയാളി. മദ്യത്തിന് യാതൊരു വിധമായിരിക്കുന്ന ലജ്ജയും കൂടാതെ കുടിക്കുവാൻ കഴിയും. അതാണ് മലയാളി എന്ന്. വെള്ളമില്ലാതെ എങ്ങനെ കുടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന മലയാളി. അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉപ്പ് വിതറി അതിൻ്റെ അകത്ത് നാരങ്ങ ഇട്ട് കുടിക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടടിക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന മലയാളി. അതും പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കിടയിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളമില്ലല്ലോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ റോഡുകളൊക്കെ കുളങ്ങളായത് കാരണം കൊണ്ട് ആ റോഡിൻ്റെ നടുക്ക് കുഴിയിൽ അല്പം ചെളിവെള്ളം കിടപ്പുണ്ട്, അത് കൂട്ടി അടിക്കുമെന്ന് പറയുന്ന മലയാളി. ഇതാണ് മലയാളിയുടെ സംസ്കാരം. എന്നാൽ ഇതുവരെയായിട്ടും കുടിച്ച് രക്ഷപ്പെട്ടതായിട്ട് ആരെയും കാണുവാൻ കഴിയത്തില്ല. പക്ഷേ കുടി കാരണം കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിക്കും, ഉറപ്പാണ്. ഇത് രക്ഷപ്പെട്ട ഒരാളുടെ പേര് മാത്രമാണ് രക്ഷപ്പെട്ട ഒരാളെ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യപാനം കൊണ്ടല്ല, നമ്മൾ കുടിക്കുന്നു രക്ഷപ്പെട്ട ഒരാളെ മാത്രം. കുടി കാരണം കൊണ്ട്, മദ്യപാനം കാരണം കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. മദ്യപാനം കാരണം കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ബിവറേജ് മുതലാളി എന്നല്ലാതെ മറ്റാരുമില്ല. ഇതുവരെയായിട്ടും കുടിച്ച് രക്ഷപ്പെട്ടവരായിരിക്കുന്ന മനുഷ്യരാരുമില്ല. കുടിപ്പിച്ച് രക്ഷപ്പെട്ട ഒരാളാണ് ബിവറേജ് കോർപ്പറേഷൻ്റെ മുതലാളി എന്ന് പറയുന്നത്. വെള്ളമില്ല എങ്കിലും മദ്യം ഉണ്ടാക്കി വിറ്റ്, അത് ഏത് വിധത്തിലാണെങ്കിലും വെള്ളം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി മദ്യം അതിൻ്റെ അകത്ത് കലർത്തി, അതിൻ്റെ അകത്ത് ശകലം വെള്ളം കലർത്തി അതിനെ മദ്യമാക്കി വിറ്റ് കാശുണ്ടാക്കുവാൻ മിടുക്കനാണ് ബിവറേജ് കോർപ്പറേഷൻ മുതലാളി. ഇല്ല എങ്കിൽ അതുപോലുള്ളതായിരിക്കുന്ന മുതലാളിമാർ അവരുടെ മക്കൾ 5 ലക്ഷത്തിൻ്റെയും 6 ലക്ഷത്തിൻ്റെയും കോടികളുടെയും വില മതിക്കുന്ന ഡയമണ്ട് പതിച്ചതായിരിക്കുന്ന വാച്ചുകൾ ആർക്കും കൊടുക്കുവാൻ വേണ്ടി മടിയില്ലാത്തതായിരിക്കുന്ന മുതലാളിമാർ. കാരണം അവർ കൊണ്ടുവന്നേ കൊടുക്കുവാൻ. 10 ദിവസം കഴിയുമ്പോൾ 10 കോടിയുടെ വാച്ച് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 കോടിയുടെ ഒരു 10 വാച്ച് 10 പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് മാറി ഒരു തുക. എന്നാൽ അത് നേടുവാൻ വേണ്ടി കല്യാണം കഴിയുമ്പോൾ തന്നെ അവിടെ വരുന്ന പ്രോഡക്റ്റിന് 199 രൂപയുടെ റീചാർജ് പോട്ടെ, 110 രൂപയുടെ റീചാർജ് ഇപ്പോൾ വന്ന് നിൽക്കുന്നു 300 രൂപ. കാലം മാറി, കല്യാണം കഴിഞ്ഞു, ചെലവുകൾ ഉണ്ടായിരുന്നു, ചെലവിൻ്റെ തുക തിരിച്ചു പിടിക്കേണ്ടത്. കോടികളുടെ വാച്ച, ഒരു വാച്ചിന് കോടികൾ രൂപ കൊടുത്താണ് ഒരു വാച്ച ഗിഫ്റ്റ് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 2-3 പേർക്ക് വാച്ച് കിട്ടി. ആ വാച്ചും കോടികളുടെ വാച്ചും കിട്ടി. അവനിങ്ങനെ സിനിമയിൽ അഭിനയിച്ചു നടക്കുന്നു. നമ്മളിവിടെ കോടികളും പോയി കോടിയും ഇല്ലാതെ കിടന്ന കിടപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ശ്വാസം വലിച്ചു വീഴുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കോടി വിരിക്കാൻ വേണ്ടി 1 രൂപ പേഴ്സിൻ്റെ അകത്തില്ല. വേറെ ഏതെങ്കിലും പുറത്ത് നിന്ന് വന്ന് ഒരു കോടി ഇട്ട് കഴിഞ്ഞാൽ പുതയ്ക്കുവാൻ ഒരു കോടിയുണ്ട്, അതുപോലും സ്വന്തമായിട്ട് കയ്യിലെടുക്കുവാനില്ലാതെ മനുഷ്യൻ മരണത്തിലേക്ക് കടന്നു പോകുന്നു. ഇതാണ് കാലം എന്ന് പറയുന്നത്. നോക്കുക, മദ്യപാനം കൊണ്ട് രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ബിവറേജ് കോർപ്പറേഷൻ മുതലാളി എന്നല്ലാതെ മറ്റാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യനെ മദ്യത്തിലേക്ക് മാത്രമല്ല മറ്റു പല ആസക്തിയിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ലോകം.
കഞ്ചാവ്, മയക്കുമരുന്ന് എന്ന് വേണ്ട നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളിൽ പലവിധത്തിൽ പലതരത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന പലവിധമായിരിക്കുന്ന രസങ്ങളിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, മനുഷ്യൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്ന് വേണ്ട പല അവയവങ്ങളുടെ രൂപത്തിൽ മുട്ടായികൾ, അതിൻ്റെ അകത്ത് കെമിക്കലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയുന്നത് മഹാമാരകമായിരിക്കുന്ന വിപത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കടകളിൽ കിട്ടിയിരുന്നതായിരിക്കുന്ന മുട്ടായി കോലുമുട്ടായി, അല്ലെങ്കിൽ ജീരക മുട്ടായി, അതുമല്ലെങ്കിൽ കടലയുടെ പുറത്ത് മാവ് പൊതിഞ്ഞ് അത് കളർ മുക്കിയതായിരിക്കുന്ന മുട്ടായി, ഇതൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കടകളിൽ ചെന്ന് കിട്ടുകഴിഞ്ഞാൽ കൈയുടെ മുട്ടായി, കാലിൻ്റെ മുട്ടായി, കണ്ണിൻ്റെ മുട്ടായി, എവിടുത്തെ മുട്ടായി എന്ന് വേണമെന്ന് ചോദിച്ചാൽ മതി. അവരന്നേരം മുട്ടായിയുടെ ഐറ്റംസ് ഇങ്ങനെ കണ്ണിൻ്റെ, കാലിൻ്റെ, മൂക്കിൻ്റെ, ചെവിയുടെ എന്ന് വേണ്ട പല വിധത്തിലുള്ള മുട്ടായികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. മനുഷ്യനെ നരഭോജിയാക്കുന്നത് ഞങ്ങളല്ല, മനുഷ്യനെ നരഭോജിയാകുന്നത് നമ്മൾ ഓരോരുത്തരുമല്ല. പക്ഷേ മനുഷ്യനെ നരഭോജിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് മുട്ടായിയുടെ രൂപത്തിൽ കണ്ണും കാലും ചെവിയും മൂക്കും ഒക്കെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെ നിങ്ങളുടെ കണ്ണും മൂക്കും ചെവിയും നാക്കും ഒക്കെയും കടകളിൽ വിൽപ്പനയ്ക്ക് വരുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മദ്യം, മുതലാശി പോലുള്ളതായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണെന്ന്. ഇന്നുള്ളതായിരിക്കുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരെ ആകമാനം മൂടി മനുഷ്യനെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചുകൊണ്ടിരിക്കുക. പണ്ടുള്ളവർ പറയുമായിരുന്നു, പണ്ട് ഒരു 20-25 വയസ്സ് കാലഘട്ടങ്ങൾ, ഒരു 10 വർഷത്തിന് മുൻപ് ഇങ്ങനെ പറയുമായിരുന്നു, അപ്പൂപ്പ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പെട്ടെന്ന് ചത്തുപോകണ്ടേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കുഴിയിലോട്ട് പോകണ്ടേ എന്നൊക്കെ പറയുമായിരുന്നു. കാരണം ചെയ്യുന്ന അന്നത്തെ തമാശയായിരുന്നു അതൊക്കെ. അപ്പച്ച ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പോകാറായില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് 35 വയസ്സായ മനുഷ്യൻ്റെ അടുക്കൽ 38 വയസ്സ് 40 വയസ്സിനോട് എടുക്കുന്നതായിരിക്കുന്ന ഒരു യൗവനക്കാരനോട് 90 എത്തിയ അപ്പൂപ്പൻ ചോദിക്കും, എടാ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, നിനക്കും കുഴിയിലോട്ട് പോകണ്ടേന്ന്. കാരണം 90 എത്തിയ അപ്പച്ചൻ ഇപ്പോഴെങ്ങും ചാകത്തില്ല. 40 വയസ്സെത്തിയ യൗവനക്കാരൻ നാളെ കുഴിയിൽ പോകും. അതാണ് കാലഘട്ടം. കാരണം മദ്യത്തിൻ്റെ ആസക്തി മനുഷ്യനെ ശരീരത്തിൽ ആകമാനം ത്രസിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മരണത്തിൻ്റെ കവാടത്തിലേക്ക് ഏറ്റവും അടുക്കൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ന് കിട്ടുന്നതായിരിക്കുന്ന പെട്ടെന്ന് കടകളിൽ ചെന്ന് പോയി കിട്ടിയിരിക്കുന്ന, ഞാൻ ഒറ്റപ്പാലത്തിനടുത്ത താമസം, അതുകൊണ്ട് എനിക്ക് അറിയുവാൻ കഴിയും. ഒറ്റപ്പാലം അടുത്ത താമസമായത് കാരണം കൊണ്ട് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ബിസിനസ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് ബേക്കറി ഐറ്റംസും ബിരിയാണി ഐറ്റംസും, ഇഷ്ടംപോലെ ബേക്കറി, ഇഷ്ടംപോലെ ഹോട്ടലുകളാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വീട്ടിൽ വെപ്പും കുടിക്കുമുള്ള സമയമില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നു, 80 രൂപയുടെ പിടിക്കാൻ, ആഹാ നല്ല ടേസ്റ്റ് കഴിക്കുന്നു, വീട്ടിൽ വരുന്നു, അതിൻ്റെ അകത്ത് കിടക്കുന്നതായിരിക്കുന്ന ലഹരി അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുന്നു. 10 ദിവസം അടുപ്പിച്ച് കഴിക്കുന്നു, 11ാമത്തെ ദിവസം കുഴിമാടത്തിൽ പോകുന്നു. വളരെ രസം. മനുഷ്യൻ്റെ സഞ്ചാരം എപ്പോഴും മനുഷ്യൻ്റെ സഞ്ചാരം മരണത്തിലേക്കാണ്. ജനനത്തിൽ കരഞ്ഞുകൊണ്ട് മനുഷ്യൻ കരയിപ്പിച്ചുകൊണ്ടും ജനിച്ച് മനുഷ്യനെ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും മനുഷ്യൻ ഒടുങ്ങുന്നു. അതാണ് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പിറവിയെടുക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരെ ത്രസിപ്പിച്ചുകൊണ്ടും മനുഷ്യൻ മരണത്തിലേക്ക് ആകമാനം പൊക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യൻ ചിന്തിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഓരോ മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിപ്പിച്ചുകൊണ്ട് മരിക്കുകയും കരയിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കുന്നു മനുഷ്യൻ. എന്നാൽ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്ന് പറയുന്ന കാലഘട്ടം. 2025 പുതുപിറവിയോടനുബന്ധിച്ച് പുതുപിറവിയൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നിൽക്കുന്നതായിരിക്കുന്ന 2025 ഫെബ്രുവരി മാസം ആദ്യ വാരത്തിൽ, സെക്കൻഡ് വാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, 2ാമത്തെ ആഴ്ചയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ പണ്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി, പണ്ടുള്ളതായിരിക്കുന്ന കാഴ്ചകൾ മറന്നുപോയി. 2024 എന്ത് സംഭവിച്ചു എന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. കോവിഡ് വന്നു, ഓരോ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, മനുഷ്യൻ്റെ ആയുസ് നേർപകുതിയായി കുറഞ്ഞു. അത് ബൂസ്റ്റർ ഡോസും കൂടെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു, ഫോട്ടോ ഇപ്പോൾ കാണാനുമില്ല, അതും അങ്ങനെ കഴിഞ്ഞു. കാലഘട്ടങ്ങൾ മാറുന്നു, സംസ്കാരങ്ങൾ മാറുന്നു, ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ കാലഘട്ടം എന്ന് പറയുന്നു. എന്നാൽ മനുഷ്യനെ യാഗമാനം മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന പ്രാമുഖ്യമേറിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മദ്യമല്ല, മയക്കുമരുന്നല്ല, മറ്റുള്ളതായിരിക്കുന്ന ലഹരി, സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ, NSDO എന്തോ അങ്ങനെയൊക്കെയുള്ളതായിരിക്കും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ. അങ്ങൊന്നും അല്ലെന്നേ മനുഷ്യനെ പാപത്തിലേക്ക് മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ്റെ ആയുസ് ഇന്ന് എന്ന് പറയുന്നത് ഏകദേശം ചുരുങ്ങി 40 വയസ്സിൽ, ഞാൻ പറയുകയാണെങ്കിൽ 40 വയസ്സിൽ വന്ന് നിൽക്കുക. കാരണം മനുഷ്യൻ്റെ ആയുസ് തുടങ്ങുന്നത് 900 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ ആയുസ് തുടങ്ങുന്നത് 900 സംവത്സരത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിന്ന് തുടങ്ങി നല്ല 100 വയസ്സുള്ള മനുഷ്യനെന്ന് പറയുന്നത്
ഒത്ത യൗവനക്കാരനായിട്ട് ഭൂമിയിൽ ജീവിച്ചു. അതൊക്കെ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ ഈ പറയുന്നത്. 90-100 വയസ്സുള്ള മനുഷ്യൻ ഒത്ത യൗവനക്കാരനായിട്ട് ഭൂമിയിൽ ജീവിച്ചു. അതിൻ്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി 450-ലെത്തി. 450-ൽ നിന്ന് ചുരുങ്ങി 250-ലെത്തി. 250 സംവത്സരത്തിൽ നിന്ന് ചുരുങ്ങി 120 സംവത്സരത്തിലേക്ക് വന്നെത്തി. അതിൻ്റെ ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇപ്രകാരം ഒരു ചരിത്രകാരൻ കാവ്യാത്മകമായിട്ട് ഇപ്രകാരം എഴുതി വെച്ചു. അതേ, മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80 സംവത്സരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് ചുരുങ്ങി. 900-ൽ നിന്ന് ചുരുങ്ങി മനുഷ്യൻ്റെ ആയുസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 120-80 സംവത്സരത്തിൽ വന്ന് നിൽക്കും. 80 സംവത്സരത്തിൽ വന്നെത്തിയതായിരിക്കുന്ന ആയുസ് വീണ്ടും ചുരുങ്ങി. വീണ്ടും 80 വയസ്സിൽ നിന്ന് ചുരുങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ 80 സംവത്സരം എന്നുള്ളത് മനുഷ്യൻ്റെ ആയുസ് ചുരുങ്ങി വെറും 40 വയസ്സിലേക്ക് വന്നെത്തി. ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ പരമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇവിടെ അടുക്കലൊക്കെ ആയിട്ട് ടെക്നോ പാർക്കുകളൊക്കെ നമുക്കറിയാം. എറണാകുളത്ത്, തിരുവനന്തപുരത്ത് ായിരിക്കുന്ന കമ്പ്യൂട്ടർ ലാബുകളൊക്കെ ടെക്നോ പാർക്കുകളൊക്കെയും ഉണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന ടെക്നോ പാർക്കുകൾ. കമ്പ്യൂട്ടറുകൾ വികസിക്കുന്നു, അതിനനുസരിച്ച് മനുഷ്യനെ വികസിച്ചു കൊണ്ടിരിക്കുന്നു. അപ്ഡേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 20 വയസ്സായ 20 വയസ്സായ മനുഷ്യൻ ഇന്ന് കമ്പ്യൂട്ടർ ടെക്നോ പാർക്കിൽ കയറുന്നു, ജോലി ചെയ്യുന്നു. താൽക്കാലിക ജീവനക്കാരല്ല, സ്ഥിരം ജീവനക്കാരനല്ല, അവിടെ ജോലിക്ക് കയറുന്നു. ഇന്നവൻ ജോലിക്ക് കയറി, നാളെ അവനെ പറഞ്ഞു വിടും. കാരണം അപ്ഡേഷനായി അടുത്ത പുതിയ എംപ്ലോയി അവിടെ ജോയിൻ ചെയ്യുന്നു. അവൻ 2 ദിവസം ജോലി ചെയ്യുന്നു, അവനെയും പറഞ്ഞു വിടുന്നു. കാരണം അപ്ഡേഷനായി. ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളും വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ മനുഷ്യ എനിക്കും നിനക്ക് അപ്ഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ 80 വയസ്സിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 40 വയസ്സ് അപ്ഡേഷനിൽ വന്ന് നിൽക്കുക. എന്തിനേറെ പറയുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അറിയാതെ മരിക്കുന്നു. ജനിച്ച് 3 മാസം കഴിയുമ്പോൾ എന്ത് പറ്റി, കുഞ്ഞിന് പ്രഷർ കൂടി മരിച്ചു. അടുത്ത ദിവസം വാർത്ത കേൾക്കാം, 5 വയസ്സായ കുട്ടി ഷുഗർ കൂടി മരിച്ചു. അടുത്ത ദിവസം വാർത്ത കേൾക്കാം, 10 വയസ്സായ കുട്ടി അറ്റാക്ക് വന്ന് മരിച്ചു. മുഴുവൻ മരണമേ ഉള്ളൂ വാർത്ത. കാരണം എന്തുകൊണ്ടാണ്? ഫാസ്റ്റ് ഫുഡ് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു. കേവലം മരണത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന മുഖമുദ്ര എന്ന് പറയുന്നത്, മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിക്കളയുന്നത് എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് ഫുഡാണോ? അല്ല, ഒരിക്കലുമല്ല. അതല്ല സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണോ? അതുമല്ല. ഒരു പരിധി വരെ കഴിഞ്ഞ ദിവസം വാർത്തകൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നതായിരിക്കുന്ന ഒരു വാർത്തയുടെ സകലം ഇപ്രകാരം പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിക്ക് കാരണമല്ല, വായ്ക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. ഓറൽ സെക്സ് എന്ന് ഓറൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും അത് കാരണമെന്ന് പറയുന്നത്, ഓറൽ ക്യാൻസർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് പുകവലി കൊണ്ടല്ല, മറിച്ച് അതുണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ഇപ്രകാരം അത് എഴുതി വെച്ചിരിക്കുന്നു. ഇപ്രകാരമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കാരണം പുകവലി കാരണം കൊണ്ടല്ല ഉണ്ടാകുന്നത്. പിന്നെയോ അതുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ഫുഡാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്ക് വീടി ഉണ്ടാക്കുവാനും സിഗരറ്റ് ഉണ്ടാക്കുവാനും മറ്റൊരു മാർഗമാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് കാരണമെന്ന് പറയുന്നത്. കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, യവനികകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ചരിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ചരിത്ര സംഹിതകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ നോട്ടുകെട്ടുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ വരെ കാശിന് മുഖ്യമായിരിക്കുന്ന വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന 80 വയസ്സായിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ കാലണ അറിയണം, മുക്കാലണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടക്കാലണ മുതലുള്ളതായിരിക്കുന്ന നാണയത്തുട്ടുകൾ മാത്രമായിരുന്നു. കാലങ്ങൾ മാറി, നോട്ടുകെട്ടുകൾ വന്നു. 1 രൂപ, 2 രൂപ, 5 രൂപ, 3 രൂപ, 10 രൂപ എന്നുള്ളതായിരിക്കുന്ന നോട്ടുകെട്ടുകൾ വന്നു. അവിടെ നിന്നും മാറി, അതൊക്കെ നിർത്തലാക്കി. 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ നോട്ടുകെട്ടുകൾ അവിടെ നിന്നും മാറി. ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ 1000 രൂപ, 2000 രൂപ ഉള്ളതായിരിക്കുന്ന നോട്ടുകെട്ടുകളായി മാറിക്കൊഴുവാനിടയായി തീർന്നു. അതും കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നു നോട്ട്ലെസ് ആയിരിക്കുന്ന ജീവിതം, ക്യാഷ്ലെസ് ലൈഫ്. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് മനുഷ്യൻ വന്നിരിക്കുന്നു. അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു? മനുഷ്യന്റെ മരണനിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കുന്ന അൾട്രാ രശ്മികളുടെ പ്രകരണ നിമിത്തം. 2 എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ കൂടി ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരു പ്രശ്ന സങ്കീർണമായിരിക്കുന്ന രശ്മികൾ മുഖാന്തരം. മറ്റൊന്ന് എന്ന് പറയുന്നത് മനുഷ്യനിൽ രക്തത്തിൽ കലർന്നതായിരിക്കുന്ന പാപം എന്ന് തന്നെ വിളിക്കുവാൻ കഴിയും. അതേ ആധ്യാത്മിക ഗായകന്മാർ ഇപ്രകാരം അതിനെ വിളിക്കുവാനിടയിൽ തീർന്നു. അതിന് ഇപ്രകാരം അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുവാനിടയിൽ തീർന്നു.
അതിനിപ്രകാരമാണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാനിടയിൽ തരുന്നത്. പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ യന്ത്രരംഗത്തിലും മനുഷ്യന്റെ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നു. കാരണം എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം മനുഷ്യനിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടി ഈശ്വര ചൈതന്യത്തോടു കൂടി, ഈശ്വരനോട് കൂടി ദൈവം സൃഷ്ടിക്കുവാനെടുത്തത്. എപ്രകാരമാണ് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത്? കേവലം മണ്ണിൽ നിന്ന് മനനം ചെയ്യുന്നതായിരിക്കുന്ന, മണ്ണിൽ നിന്ന് മെനഞ്ഞതായിരിക്കുന്ന മനുഷ്യരെ മണ്ണിലേക്ക് ചേരുമാറാക്കുന്നു. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിൽ നിന്ന് എടുക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മണ്ണിൽ 4 ദിവസം മരിച്ച് 4ാമത്തെ ദിവസം മണ്ണിനോട് ചേരുമെന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മണ്ണിനോട് ചേർന്ന് പേപ്പർ എപ്രകാരം ചെതലടിച്ചു പോകുമോ അതുപോലെ തന്നെ 4ാമത്തെ ദിവസം നീ ചെതലടിച്ചൊന്നുമില്ലാതെയായി പോകും. ഇത് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ എടുത്തിരിക്കുന്നതിൻ്റെ പ്രഥമമായിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത്. എന്നാൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത് ദൈവിക ക്രമീകൃതമാക്കി ദൈവത്തിന്റെ ശ്വാസമൂതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ ദൈവിക ചൈതന്യത്തോടു കൂടി ഭൂമിയിൽ വിരഹിക്കുവാൻ പരുവത്തിന് മനുഷ്യനെ ആക്കി വെച്ച്. എന്നാൽ എന്ത് പ്രയോജനമുണ്ടായി? പ്രയോജനം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുന്നതല്ലാതെ, മനുഷ്യന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുകയെന്നല്ലാതെ മറ്റൊരു പ്രയോജനം അതിനുണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈശ്വര ചൈതന്യം വിട്ടുപോയതായിരിക്കുന്ന മനുഷ്യൻ, ഈശ്വരനെ മറക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിന്ന് പ്രവാചക സൂക്തി ഇപ്രകാരം വിളിച്ചു പറയുന്നു: ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, ദുർദിവസങ്ങൾ നിങ്ങൾക്ക് വരികയും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന നാളുകൾ സമീപമാകുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതായിരിക്കും നാളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മരണം നിങ്ങളുടെ ഈ അടുക്കലേക്ക് വന്നിരിക്കുന്നു. എന്താണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാരീരിക മരണമുണ്ട്, ആത്മീക മരണമുണ്ട്. എന്താണ് ശരീരത്തിന് മരണം? ശരീരത്തിന് മരണം എന്ന് പറയുന്നതാണ് ദേഹത്തിൻ്റെതായിരിക്കുന്ന ശ്വാസം നിലയ്ക്കുക എന്ന് പറയുന്നത്. ആത്മീക മരണം എന്ന് പറയുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞ് എന്നെ പേരിട്ട് വിളിച്ചതായിരിക്കുന്ന അജോ എന്നോ ജോജോ എന്നോ എന്ന് വേണ്ട പലവിധമായിരിക്കുന്ന പേരുകൾ വിളിച്ചതായിരിക്കുന്ന അകം മനുഷ്യൻ്റെ ഇല്ലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരത്തിന് വിളിക്കുന്ന പേര് ശവമെന്ന, എൻ്റെ അകത്തുള്ള മനുഷ്യനെ വിളിക്കുന്ന പേരാണ് എന്താണോ എൻ്റെ പേര് ഇട്ടിരിക്കുന്നതായിരിക്കുന്ന പേര് അജോയോ ജോജോയോ എന്തുമല്ല ജോർജോ, ഇനിയിപ്പോൾ തോമസ് കുട്ടിയോ മാത്തുക്കുട്ടിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെയുമാണ് എൻ്റെ അകത്തുള്ള മനുഷ്യൻ ഇട്ടിരിക്കുന്നതായിരിക്കുന്ന പേര്. ആ പേരുള്ളതായിരിക്കുന്ന മനുഷ്യൻ മണ്ണോട് മണ്ണായി പോകും. എന്നാൽ ആ മനുഷ്യൻ്റെ മണ്ണോട് മണ്ണായി പോകുക മാത്രമല്ല, അവനൊരു ന്യായവിധിക്ക് വേണ്ടി ദൈവം കാത്തുവെച്ചിരിക്കുക. എന്താ ന്യായവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഈശ്വര ചൈതന്യത്തിൽ വളരേണ്ടതായിരിക്കുന്ന മനുഷ്യൻ ഈശ്വര ചൈതന്യം വിട്ട്, ദൈവിക ചൈതന്യം വിട്ട് ഈശ്വരനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെ മറ്റൊന്നിലേക്ക് അവന്റെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അവനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയാതിരിക്കെ ഇപ്രകാരം പറയുവാനിടയിൽ തീർന്നു: മനുഷ്യനെ നരകാഗ്നിയിലേക്ക് തള്ളിവിടുമ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇപ്രകാരം അമേരിക്കയിലുള്ളതായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു പഠനം നടത്തുവാനിടയിൽ തീർന്നു: മരിച്ചവരെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുമോ? അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം അവരൊരു മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ശാസ്ത്രീയമായിരിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തി. എന്നാൽ ഒരു പരിധി വരെ അദ്ദേഹം അവർ വിജയിക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരുവാൻ 1 സെക്കൻഡ് മടക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ അവരിങ്ങനെ ചെയ്തു. അവർ ശാസ്ത്രം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഇനി എന്നെ പറഞ്ഞു വിടരുത് എന്ന ഉറച്ച നിലവിളിയോടുകൂടെ അദ്ദേഹം ആ കിടക്കയിൽ എഴുന്നേൽക്കുവാനെടുത്തു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്: ഇനി എന്നെ തിരിച്ചു വിടരുത്, എനിക്ക് പേടിയാകുന്നു, ആ അവസ്ഥയ്ക്ക് എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഭയാനകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. മറ്റൊരു മനുഷ്യനിലും അതുപോലെ തന്നെ പരീക്ഷണം നടത്തുവാനിടയായി തോന്നും. ഈ മനുഷ്യർക്ക് രണ്ട് വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. മറ്റൊരു മനുഷ്യനും ഇതുപോലെ തന്നെ പരീക്ഷണം നടത്തുവാനിടയായി തോന്നുന്നു. ആ മനുഷ്യൻ പറഞ്ഞു: എന്നെ ഇവിടെ പിടിച്ചു വെക്കരുത്, എന്നെ പറഞ്ഞു വിട്, എനിക്ക് പോകണമെന്ന് പറയാനിടയായി തീർന്നു. കാരണം എന്താണ്? ഒന്നാമത്തെ മനുഷ്യൻ പ്രത്യാശയില്ലാത്ത മനുഷ്യൻ, രണ്ടാമത്തെ മനുഷ്യൻ ദൈവിക ചൈതന്യമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവിക ചൈതന്യവും ദൈവിക ഈശ്വര ധ്യാനവും ഉള്ളതായിരിക്കുന്ന മനുഷ്യൻ. ഈശ്വര ചിന്തയില്ലാതെ അലഞ്ഞു നടക്കുന്നതായിരിക്കുന്ന മനുഷ്യനല്ല, ഈശ്വര ധ്യാനമുള്ളതായിരിക്കുന്ന മനുഷ്യൻ. ഈശ്വര ധ്യാനമുള്ളതായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ മരണശേഷം താൻ പോയത് ഈശ്വരെങ്കിലേക്കും മറ്റു മനുഷ്യൻ പോയത് മറ്റേതോ ഒരു ദുർഘടാവസ്ഥയിലേക്കുമാണ് പോയത്. ആ മനുഷ്യൻ പറഞ്ഞു: ഇനി എന്നെ പുറത്തേക്ക് വിടരുത്, ഇനി എന്നെ അകത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞാൽ, സഹോദര, എന്നെ കേൾക്കുന്നത് മേടയിലിരുന്നാലും താഴെയിരുന്നാലും നീ കുഴിമാടത്തിലിരുന്ന് കഴിഞ്ഞാലും നീ കുഴി കുടിച്ച് അതിൻ്റെ അകത്ത് പോയി എന്നെ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ശബ്ദം കോലാഹലങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് പോയി നിന്നാലും ഞാൻ വിളിച്ചു പറയാം: നീ അകത്തിരുന്ന് കഴിഞ്ഞാലും നിന്നെ തേടി വരുന്നൊരു ശബ്ദമുണ്ട്, അത് മരണത്തിന്
മരണത്തിന്റെ കാഹളനാദമാ. എന്നാൽ മരണത്തിന്റെ കാഹളനാദിന്റെ കേതുകളിൽ കേൾക്കുന്നതിന് മുൻപായി, മുഴങ്ങുന്നതിന് മുൻപായി, ഭയാനകരമായിരിക്കുന്ന തീക്കുണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, അതെ, പാപത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയണം. എന്താണ് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഒരു മാർഗം? പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയും? ഏത് മനുഷ്യനാൽ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? അതേ, സകല മനുഷ്യനും ജീവിതത്തിൽ അതെ, എനിക്ക് നിരാശയാണ്, സങ്കടമാണ്, എനിക്ക് നാളെ എവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിരാശ മാറും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിരാശ മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയാം, നിങ്ങളുടെ നിരാശ മാറുവാൻ വേണ്ടി നിങ്ങൾ ഒരിടത്തും പോകണ്ട, നിങ്ങളുടെ സങ്കടം മാറുവാൻ വേണ്ടി നിങ്ങൾ ഒരിടത്തും പോകണ്ട, നിങ്ങളുടെ വിലാപങ്ങൾ മാറുവാൻ വേണ്ടി നിങ്ങൾ ഒരിടത്തും പോകണ്ട. ഇതാ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ സൂക്ത ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി എത്താൻ കഴിക്കും എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് ആ സൂക്തി, ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തുറക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങളോട് കൂടെ അന്തിയുറങ്ങുവാൻ അതേ ഒരുവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അവനാണ് സ്വർഗത്തിലെ സ്വർഗോന്നതികൾ വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിലേക്ക് മനുഷ്യനെ മനനം ചെയ്യുന്നതായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വന്നതായിരിക്കുന്ന ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവനിലല്ലോ സമസ്തവും അടങ്ങിയിരിക്കുന്നത്, അവനിലത്രേ സകല മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരവും അടങ്ങിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ആ സൂത്രം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, മറ്റൊരുത്തിലെ രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന, എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നതായിരിക്കുന്ന സഹോദരന്മാരോടായിട്ട്, സഹോദരിമാർ, മാതാപിതാക്കൾ, എന്നെ ശ്രമിക്കുന്നവരുണ്ട്, അവരോടായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രകാരം വിളിച്ചു പറയുന്നു, അതെ, നമ്മളൊക്കെയും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുവൻ സ്വന്തം പുത്രനെ യാദരിക്കാതെ ഈ ഭൂമിയിലേക്ക് സകല മനുഷ്യർക്കും വേണ്ടി തകർക്കപ്പെടുവാനിടയായി തീർന്നു, അയക്കുവാനിടയായി തീർന്നു. അവൻ ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അവനിലൂടെയാണ് സകല മനുഷ്യനും പാപമോചനം ലഭിക്കുവാൻ കഴിയുക. അവനിലൂടെയാണ് സകല മനുഷ്യനും അതേ സ്വർഗോന്നതകളിൽ എത്തുവാൻ കഴിയുക. അതുകൊണ്ടാണ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനാകുന്നു. ജീവൻ എന്ന് പറയുന്നത് അവൻ, വഴി എന്ന് പറയുന്നതും അവൻ, സത്യം എന്ന് പറയുന്നതും അവനാണ്. അതുകൊണ്ട് ആ സത്യത്തിൽ ജീവിച്ച് ആ സത്യത്തിലൂടെ നടക്കുവാൻ നിങ്ങളെ ഏവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. കേവലം ഒരു വിപ്ലവത്തിന്റെ പ്രസംഗങ്ങൾ കൊണ്ട് മസ്തിഷ്കത്തെ പ്രക്ഷാളനം കൊള്ളിക്കുവാനല്ല, മസ്തിഷ്കത്തിന്റെ അകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ വേണ്ടിയല്ല, അതേ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ഒരു വിപ്ലവകാരി സകല വിമോചന നേതാക്കളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതേ അവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ കയ്യിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ഈ ലോകത്തിൽ അനേക വിപ്ലവകാരികൾ പിറന്നിട്ടുണ്ട് എങ്കിലും അവരുടെ രക്തത്തുള്ളികൾ ധാരധാരിയായിട്ട് നമ്മുടെ ഈ കാണുന്നതായിരിക്കും തെരുവീതിയിൽ വീണിട്ടുണ്ട് എങ്കിലും എന്നാൽ ആ തെരുവീതികളൊക്കെ പുളവം കൊള്ളിച്ചതായിരിക്കുന്ന അനേക രക്തം ഇതിൻ്റെ അകത്ത് കടന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി മനുഷ്യനെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരുവൻ ഭൂമിയിലേക്ക് വന്ന് രക്തത്തെ ചൊരിയുവാനിടയിൽ തീർന്നു. അവൻ ശ്രീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്യുകയാണ്. അവന്റെ രക്തം മൂലം സകല മനുഷ്യർക്കും പാപമോചനം ലഭിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ഇനി പാപികളല്ല, അവനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവന്റെ അവകാശികളാകണം. അതുകൊണ്ട് പ്രകാരം ഒരു സൂക്തങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമമിടുവാൻ, അടിവരയിടുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരുത്തലെ രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ ഒരേ ഒരു നാമം അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതേ, ആ ക്രിസ്തുവിലേക്ക് വന്ന് രക്ഷ പ്രാപിക്കുവാൻ, അവനിൽ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനൊരു പാപിയാണ്, എനിക്ക് വീണ്ടെടുപ്പ് സാധ്യമാകണം, എനിക്കൊരു രക്ഷ സാധ്യമാകണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് പറയുവാൻ കഴിയുമോ? ഞാൻ ഒരു നിരാശപ്പെട്ട ഒരു മനുഷ്യനാണ്, ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷമില്ലാത്തൊരു മനുഷ്യനാണ്, അതെ, എനിക്ക് ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷം വേണമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അവൻ നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയും. അവൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചനം തരുവാൻ അവന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഏവരെയും നല്ല ഗുരുനാഥനിലേക്ക് നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട്, നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. എന്നെ ശ്രമിച്ചതായ ഈ നല്ല ദേശനിവാസികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും താഴ്ത്ത അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഒരു കൂട്ടു സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം തൊണ്ണൂറാകട്ടെ. ഇത്രയും സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം താൻ്റെ ദാസങ്ങൾ കൂടി കേൾപ്പിച്ചു. മനുഷ്യൻ്റെ ജീവിതം, മദ്യപാനത്തിൽ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എല്ലാം സവിസ്തരമായി ദേവദാസനെ കൂടി കേൾപ്പിച്ചു.
അതിനെല്ലാം രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു ഒരു വിമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം ഇന്ന് പൽക്കാലം കേൾപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ദേശവാസികൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പുല്ലഴി ഭാഗത്ത് കടന്നു വരുവാനും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം അറിയിപ്പാനും യേശു ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുവാനും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും എല്ലാവരും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവിടെ അയക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ജോലിക്കായി കടന്നു പോയിട്ടുള്ളവർ, ജോലിയില്ലാത്തവർ, അത് കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, അങ്ങനെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന കൂടിയായിരിക്കും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.